ഹായ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ അല്ല, ആക്ച്വലി കുക്കിംഗ് വീഡിയോസ് ഇട്ട് ഞാൻ കുറച്ച് മടുത്തു. അപ്പം ഞാൻ വിചാരിച്ച ഒരു ഹെയർ കെയർ വീഡിയോ ചെയ്താലോ എന്ന്. എനിക്ക് ബ്യൂട്ടി റിലേറ്റഡ് വീഡിയോസ് ആക്ച്വലി വലിയ പിടുത്തമില്ല. എനിക്ക് ആകപ്പാടെ എന്തെങ്കിലും ഞാൻ ചെയ്തിട്ടുള്ള സംഭവം എൻ്റെ മുടിയിലാണ്. എനിക്ക് സ്കിൻ കെയർ ഞാൻ അധികം എനിക്ക് പറ്റുന്ന ഒരു മോയ്സ്ചറൈസറും സൺസ്ക്രീനും ഇടുക എന്നുള്ള സംഭവം മാത്രമേ ഞാൻ സ്കിൻ കെയർ ചെയ്തിട്ടുള്ളൂ. അല്ലാതെ നമ്മുടെ DIY ഒന്നും ഞാൻ പരീക്ഷിക്കാറില്ല. കാരണം എൻ്റെ സ്കിൻ നല്ല സെൻസിറ്റീവാണ്. എന്തെങ്കിലും ഒന്ന് എനിക്ക് പിടിച്ചില്ലെങ്കിൽ മോൻ നിറച്ചും കുരുവും വന്ന് പിന്നെ കുത്തും കോമ, ഓൾറെഡി മൊത്തം കുത്തും കോമയാണ്. എൻ്റെ കൂട്ടത്തിൽ ഞാൻ എന്തെങ്കിലും ഇനി ആവശ്യമില്ലാതെ പരീക്ഷിച്ചിട്ട് വീണ്ടും അത് കൂടും. അതുകൊണ്ട് ഞാൻ സ്കിൻ കെയർ മറ്റേ DIY ഒന്നും പരീക്ഷിക്കാറില്ല. ഞാൻ എന്തെങ്കിലും പരീക്ഷിച്ചിട്ടുള്ള എൻ്റെ മുടിയിലാണ്. ഞാൻ ഇതൊന്നും ചെയ്തിട്ടില്ല കേട്ടോ. ഹെയർ ട്രീറ്റ്മെൻറ്റുകൾ, കളറിങ്, ആ വക പരിപാടികളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. കാരണം എനിക്കിതുവരെ എന്താണെന്നറിയത്തില്ല, എനിക്ക് ചെയ്യണമെന്ന് തോന്നിയിട്ടില്ല. എനിക്ക് എൻ്റെ മുടിയുടെ ഒരു ടെക്സ്ചറും കളറും ഒക്കെ എനിക്ക് ഇഷ്ടമാണ് കൂടുതലും. എനിക്കത് മാറ്റണമെന്ന് ഇതുവരെ തോന്നിയിട്ടില്ല. അതുകൊണ്ടാണ് കൂടുതലും. അപ്പോൾ ഹെയർ കെയറിനെ പറ്റി പറയുകയാണെങ്കിൽ എൻ്റെ കഴിഞ്ഞ ഒരു 8 മാസത്തെ ഹെയർ കെയർ എന്ന് പറഞ്ഞാൽ പ്രത്യേകിച്ച് വലിയ കാര്യമായിട്ടുള്ള ഹെയർ കെയർ ഒന്നും ഞാൻ ചെയ്യാറില്ല. ആഴ്ച 2 ദിവസം നല്ലോണം തല നിറച്ച് എണ്ണ തേച്ച് കുളിച്ച് തല ഷാമ്പൂ ചെയ്ത് കുളിക്കും. അതാണ് ഇപ്പോഴത്തെ എൻ്റെ കഴിഞ്ഞ ഒരു പനിക്ക് ടൈഫോയിഡിന് ശേഷമുള്ള ഒരു ഹെയർ കെയർ എന്ന് പറയുന്നത്. അതാണ് നന്നായിട്ട് തല മസാജ് ചെയ്യുക, എണ്ണ തേച്ച്, എന്നിട്ട് ഒരു 10 മിനിറ്റ് കഴിയുമ്പോൾ തല കളയുക. അതാണ് ഇപ്പോഴത്തെ ഒരു 8 മാസത്തെ എൻ്റെ ഒരു റുട്ടീന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൂടുതലും ആ ഒരു സമയത്തെ ക്ഷീണമൊക്കെ കൊണ്ട് പിന്നെ ഞാൻ അതങ്ങ് നിർത്തിവെച്ചു. പിന്നെ ഇപ്പം എനിക്ക് തോന്നി അതാണ് കുറച്ചുകൂടെ നല്ലതെന്ന്. എനിക്ക് എൻ്റെ മുടിക്ക് ഒരു കുഴപ്പവും പറ്റുന്നതായിട്ട് അതൊന്നും നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളൊന്നും ചെയ്യാഞ്ഞിട്ടും വലിയ കുഴപ്പമൊന്നും എനിക്ക് ഫീൽ ചെയ്യുന്നില്ല. അപ്പം വിചാരിച്ചു കുറച്ചുകൂടെ എളുപ്പം ഇതല്ലേ, അത്യാവശ്യം മുടിക്ക് വേണ്ട കാര്യങ്ങൾ, ആ ഒരു മോയ്സ്ചർ, ഈ എണ്ണ തേക്കുക എന്നുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു മോയ്സ്ചർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. അത് കഴിഞ്ഞ് അത് കളഞ്ഞ് നല്ലൊരു ഷാമ്പൂ ചെയ്തത് കളയുക, അത്രയും ആണ് ഇപ്പം ഞാൻ ചെയ്യാറുള്ളത്. അല്ലാതെ ഒരു 8 മാസമായിട്ട് വേറൊരു പരിപാടിക്ക് ഞാൻ പോകാറില്ല. എനിക്ക് പേടിയുള്ള കൂടെ കൊണ്ടാണ് ഞാനൊന്നും ചെയ്യാത്തത്. കാരണം എനിക്ക് എണ്ണ തന്നെ കുറച്ച് നേരം, ഇപ്പം നമ്മൾ എണ്ണ തേച്ചിട്ട് എന്തെങ്കിലും ഒരു ജോലി ചെയ്യാൻ പോയിട്ട് ആ ഒരു സമയം ഒരു മണിക്കൂറൊക്കെ ആയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് നീരിറങ്ങി തലവേദന വരുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അതങ്ങ് നിർത്തിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഇപ്പം ഞാൻ ആ ഒരു രീതിയിലാണ് പോകുന്നത്. കുറച്ചുകൂടെ കഴിഞ്ഞ് ഈ ഒരു കാലാവസ്ഥയും കൂടെ ഒന്ന് മാറി കഴിയുമ്പോഴത്തേനും എനിക്ക് പതുക്കെ ഒന്ന് പഴയ പോലെയൊക്കെ ഒന്ന് ചെയ്താൽ കൊള്ളാവുന്നൊരു ആഗ്രഹമൊക്കെ ഉണ്ട്. അപ്പം നേരത്തെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ എല്ലാം പരീക്ഷിക്കുമായിരുന്നു. എല്ലാ DIY സംഭവങ്ങളും യൂട്യൂബിൽ കാണുന്നതൊക്കെ ഞാൻ എൻ്റെ തല തേച്ച് തുടങ്ങുമായിരുന്നു. ഭാഗ്യത്തിന് ഒന്നും ഇതുവരെ അങ്ങനെ എൻ്റെ മുടിക്കത് വളർച്ചയ്ക്ക് എതിരായിട്ടൊന്നും വന്നിട്ടില്ല. എനിക്ക് ഹെയർ ഫോൾ നല്ലപോലെ ഇടയ്ക്ക് തോന്നാറുണ്ട്. ഹെയർ ഫോൾ ഒന്നാമത് ഇവിടുത്തെ വെള്ളത്തിലാണേലും ഹാർഡ് വാട്ടറാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. ഞാൻ ആഴ്ച 2 ദിവസമേ തല കുളിക്കാറുള്ളൂ. ഇവിടുത്തെ കാലാവസ്ഥയിൽ, നാട്ടിലായിരുന്നപ്പം കിണറ്റിലെ വെള്ളത്തിൽ കുളിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഞാൻ എല്ലാ ദിവസവും തല കുളിക്കുന്ന വ്യക്തിയായിരുന്നു. ഇവിടെ വരുമ്പോൾ ഞാൻ ആഴ്ച 2 തവണ മാത്രമേ തല നന്നായിട്ട് നമ്മുടെ വെളിച്ചെണ്ണ തേച്ച് തല കഴുകി ഷാമ്പൂ ചെയ്ത് കളയും. അതാണ് ഞാൻ ചെയ്യുന്ന ഒരു ഹെയർ കെയർ ഇപ്പം കുറച്ച് നാളായിട്ട്. അതിനു മുമ്പ് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിരുന്ന ഒരു കാര്യം കഞ്ഞിവെള്ളമായിരുന്നു. കൊച്ചിലെ തൊട്ടേ, എനിക്കൊരു ഓർമ്മയുള്ള കാലം തൊട്ടേ എനിക്ക് തോന്നുന്നു അമ്മ തലേ ദിവസത്തെ കഞ്ഞിവെള്ളം, അത് പുളിച്ച കഞ്ഞിവെള്ളമായിരിക്കുമല്ലോ, തലേ ദിവസത്തെ കഞ്ഞിവെള്ളം പിറ്റേ ദിവസത്തേക്ക് എടുത്ത് വെച്ച് ഒരു ഒന്നരാടം രീതിയിൽ എനിക്ക് ഞാൻ തല കുളിക്കുന്ന സമയമാകുമ്പം കൊണ്ടുതരും. അതിട്ട് ഷാമ്പൂ ഒന്നും ചെയ്യത്തില്ല, അതിട്ട് ജസ്റ്റ് നന്നായിട്ട് തല കഴുകി നല്ലപോലെ ഇങ്ങനെ നമ്മൾ ഷാമ്പൂ ചെയ്യുന്ന പോലെ തന്നെ നല്ലപോലെ തല കഴുകും. അതൊരു എനിക്ക് തോന്നുന്നു അമ്മയുള്ള കാലം വരെ അതെൻ്റെ ഒരു റുട്ടീൻ തന്നെയായിരുന്നു. ആ ഒരു കഞ്ഞിവെള്ളത്തിൽ തല കഴുകുക എന്നുള്ള സംഭവം അത് നല്ല എഫക്റ്റീവായിട്ടുള്ള കാര്യം. ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഇവിടെ ബാംഗ്ലൂർ താമസിക്കുമ്പോഴും ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരുന്ന ഒരു കാര്യമായിരുന്നു ഈ കഞ്ഞിവെള്ളത്തിൽ തല കഴുകുക എന്നുള്ളത്.
അതിപ്പം ഷാമ്പു ചെയ്ത് കഴിഞ്ഞിട്ട് മതി. ഷാമ്പു ഒക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ ഷാമ്പു ചെയ്യുന്നതിന് മുമ്പോ ഇവിടെ ഞാൻ നന്നായിട്ട് കഞ്ഞിവെള്ളത്തിൽ നല്ലപോലെ തല കഴുകി എടുക്കുമായിരുന്നു. അതൊരു നല്ല കാര്യമാണ്. എനിക്ക് എപ്പോഴും അത് ഞാൻ കഞ്ഞിവെള്ളം ഒന്ന് സൂക്ഷിച്ചു വെച്ച് ഇപ്പൊ കുറച്ച് നാളായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. പക്ഷെ എനിക്കത് റീസ്റ്റാർട്ട് ചെയ്യണമെന്നുള്ള ആഗ്രഹം എനിക്ക് റീസ്റ്റാർട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. പിന്നെ അത് കഴിഞ്ഞിട്ട് കഞ്ഞിവെള്ളം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ എല്ലാവരും എനിക്ക് തോന്നുന്നു, പ്രത്യേകിച്ച് ഞങ്ങളുടെ ജനറേഷനിലുള്ള എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമായിരിക്കും കടലമാവിൽ തല കഴുകുക എന്നുള്ളത്. ഷാമ്പൂവിന് പകരം കടലമാവ്. എൻ്റെയൊക്കെ ഒരു പ്രൈമറി സ്കൂൾ ടൈമിലാണേലും എൻ്റെ അമ്മ എനിക്ക് അധികം ഷാമ്പൂ ഒന്നും ഉപയോഗിച്ച് തലമുടി ഒന്നും കഴുകിപ്പിച്ചിട്ടില്ല. എന്താണെന്നറിയത്തില്ല. ഇടയ്ക്കിടെ ഒരു 2 ആഴ്ച കൂടുമ്പോഴൊക്കെ എൻ്റെ ഓർമ്മയിൽ ഷാമ്പൂ ചെയ്ത് തല കഴിപ്പിച്ചിട്ടുള്ളൂ. കൂടുതൽ എനിക്ക് കടലമാവ് കഞ്ഞിവെള്ളത്തിനകത്ത് കലക്കി ഇങ്ങനെ, അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ചൊവ്വയും വെള്ളിയും ദിവസങ്ങളിലായിരിക്കും തല നിറച്ച് എണ്ണ തേച്ച് എൻ്റെ തല കഴിപ്പിക്കുക. ആ ദിവസം ഇങ്ങനെ കടലമാവ് ഇതിനകത്ത് കഞ്ഞിവെള്ളത്തിൽ കലക്കിയാണ് അമ്മ തന്നുകൊണ്ടിരുന്നത്. അതല്ലാതെ പിന്നെ നമ്മുടെ സാധാരണ ചെമ്പരത്തി പൂവും ഇലയും കൂടുള്ള കഞ്ഞിവെള്ളത്തിൽ ഇങ്ങനെ ഞെരടി അതും തന്നിട്ടുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ ആ സമയത്ത് അതൊക്കെ നല്ല അങ്ങ് നാട്ടിൽ താമസിക്കുമ്പം ആ ഒരു കാലഘട്ടത്തിൽ അതൊക്കെ നല്ലതായിരുന്നു. ഇപ്പം എനിക്ക് തോന്നിയിട്ട് അതൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിട്ട് എനിക്കിപ്പോൾ തോന്നി. കാരണം അതൊക്കെ തലേന്ന് പോകാനും കുറച്ച് പാടാണ്. പിന്നെ നമുക്കൊരാൾ ചെയ്തു തരാനുണ്ടെങ്കിൽ ഒരു കുഴപ്പമില്ല. ഇതൊക്കെ ചെയ്യുന്നതുകൊണ്ട് എല്ലാം പിഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് അതിൽ ഇങ്ങനെ പൊടിയൊക്കെ പറ്റിപ്പിടും. അതൊക്കെ പിന്നെ മുടിയൊക്കെ ഉണങ്ങി കഴിഞ്ഞിട്ട് എൻ്റെ തലയിൽ അതൊക്കെ കോതി വൃത്തിയാക്കി തരുമായിരുന്നു. ഇപ്പം എന്നെ കൊണ്ട് അതൊന്നും പറ്റത്തില്ല. അതൊക്കെ പിള്ളേർക്കൊക്കെ ചെയ്യാൻ, ഒരു വളർന്നു വരുന്ന ആ ഒരു ടീനേജ് കാലഘട്ടത്തിലെ പിള്ളേർക്ക് മുടി നല്ലപോലെ സൂക്ഷിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ചെയ്യാൻ നല്ലൊരു കാര്യമാണ്. നല്ല ചെമ്പരത്തി പൂവും ചെമ്പരത്തിയുടെ ഇലയും കഞ്ഞിവെള്ളവും ഒക്കെ കൂടെ മിക്സ് ചെയ്ത് ഷാമ്പു പരുവത്തിലാക്കി തല തേക്കാന്നുള്ളത്. പിന്നെ അടുത്ത ഒരു കാര്യം, ഇങ്ങനെ താരൻ വരാതിരിക്കാൻ അമ്മ ചെയ്തുകൊണ്ടിരുന്നായിരുന്നു ഈ നമ്മുടെ തേങ്ങാപ്പാലില്ലേ, തേങ്ങാപ്പാൽ എടുത്തിട്ട് അതിനകത്ത് ഒരു മുട്ടയുടെ വെള്ളയും പിന്നെന്താ കുഞ്ഞുള്ളിയുടെ നീരും കൂടെ ചേർക്കുമെന്ന് തോന്നുന്നു. ഒരു കുഞ്ഞുള്ളി ചതച്ച് അതിൻ്റെ ഒത്തിരി ഒന്നുമില്ല, അത് സ്വല്പമേ ഉള്ളൂ, അതും കൂടെ ചേർത്തിട്ട് എൻ്റെ തലയിൽ തേച്ച് ഒരു 10 മിനിറ്റ് വെക്കും. എന്നിട്ട് നന്നായിട്ട് കഴുകി കളയും. അതിനും അപ്പോൾ ഷാമ്പു എപ്പോഴും ഈ കടലമാവായിരിക്കും ഞങ്ങൾ യൂസ് ചെയ്യുന്നത്. അല്ലാതെ ഈ ഷാമ്പൂവിൻ്റെ ആ ഒരു എഫക്റ്റ്, കാരണം കടലമാവിൽ ആ ഒരു ക്ലെൻസിങ് സംഭവം ഉണ്ടല്ലോ, അപ്പം നന്നായിട്ടെല്ലാം ക്ലിയർ ആവും. അത് ചെയ്തിരുന്ന ഒരു കാര്യമാണ് ഈ തേങ്ങാപ്പാൽ സംഭവം. തേങ്ങാപ്പാൽ പിഴിഞ്ഞ് അതിനകത്തൊരു മുട്ടയുടെ വെള്ളയും ചേർത്ത് കുഞ്ഞുള്ളി കുറച്ച് മതി. അതൊരു കുഞ്ഞുള്ളി എന്ന് പറയുമ്പോൾ എന്തോ ഒരു ആൻറ്റി സംഭവമാണ്. കുഞ്ഞുള്ളിക്ക് എന്തോ ഒരു പ്രത്യേകതയില്ലേ, ഇങ്ങനെയുള്ള നമ്മൾ മുറിവിനൊക്കെ വെക്കത്തില്ലേ. അപ്പം അതിൻ്റെ ഒരു 3-4 കുഞ്ഞുള്ളി എടുത്ത് അതിൻ്റെ കുറച്ച് നീരും കൂടെ ഒഴിച്ച് തല നിറച്ചും പെരട്ടി. അതൊക്കെ ഞായറാഴ്ച ദിവസങ്ങളിലൊക്കെ എൻ്റെ അമ്മയുടെ പരിപാടിയായിരുന്നു എൻ്റെ തലയിൽ. അങ്ങനെ ചെയ്യുമായിരുന്നു. പക്ഷെ ആ സമയത്തൊന്നും എനിക്ക് ഈ പറഞ്ഞ പോലെ നീർവീഴ്ച കാര്യങ്ങളും ഒരു പരിപാടി എനിക്കില്ല. അതൊക്കെ എനിക്ക് ഇപ്പോഴാണ് തുടങ്ങിയത്. ഞാൻ തലയിൽ എണ്ണ തേച്ച് എൻ്റെ ഒരു ഓർമ്മയിൽ ഞാനൊരു 3 മണിക്കൂറിനെ കൂടുതൽ ഇരുന്നിട്ടുണ്ട്. തലയിലൊക്കെ എണ്ണ തേച്ച് 3 മണിക്കൂറൊക്കെ ഇരുന്നിട്ട് കുളിച്ചിട്ടുണ്ട്. ഈ ടൈഫോയിഡിന് മുമ്പ് വരെ, ടൈഫോയിഡിന് ശേഷമാണ് എനിക്ക് ഈ പരിപാടിയൊക്കെ തുടങ്ങിയത്. ടൈഫോയിഡിന് മുമ്പ് വരെ ഞാൻ ഇപ്പോഴും ഓർക്കുന്നു, ബാംഗ്ലൂരിൽ വന്നിട്ട് ഞാൻ കുളിക്കാൻ രാവിലെ എണ്ണ തേച്ച് വെച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിലെ ക്ലീനിങ്ങും പരിപാടികളെല്ലാം കഴിഞ്ഞിട്ട് ഞാൻ കുളിച്ചിട്ടുണ്ട്. അപ്പോഴൊന്നും എനിക്ക് നീർവീഴ്ച സംഭവങ്ങളൊന്നും വന്നിട്ടില്ല, ഈ തലവേദന സംഭവങ്ങളൊന്നും. ഇപ്പോഴാണ് എനിക്ക് ഈ പരിപാടിയൊക്കെ തുടങ്ങിയിരിക്കുന്നത്. അതുകൊണ്ട് എനിക്കിപ്പോൾ അങ്ങനെയൊന്നും ഇത്ര നേരമൊന്നും തലയിൽ എണ്ണ തേച്ച് വെക്കാനൊന്നും പറ്റുന്നില്ല. അപ്പം ഞാൻ ഈ പറഞ്ഞ ഈ തേങ്ങാപ്പാലിൻ്റെ സംഭവം അത് തേച്ച് അത് നന്നായി അതൊരു നല്ല മുടി നല്ല സോഫ്റ്റ് ആകും. പിന്നെ ചെയ്തുകൊണ്ടിരുന്നതാണ് ഉലുവ. +1 +2 സമയമൊക്കെ ആയപ്പോഴത്തേനാണ് ഉലുവ വെള്ളത്തിൽ കുതിർത്തിട്ട് അത്
അരച്ച് അതിനകത്ത് ഒരു മുട്ട മുഴുവനും ചേർക്കുമായിരുന്നു. ഒരു മുട്ട മുഴുവനും ചേർത്ത് നന്നായിട്ട് കലക്കി. പക്ഷെ അതൊന്നും നമ്മൾ പുറത്തു പോകാത്ത സമയങ്ങളിൽ ചെയ്യേണ്ട ഒരു റെമഡീസാണ്. അതൊക്കെ ഒരു സംഭവമാണ്. കാരണം ഈ കുറച്ചൊരു സ്മെല്ല്, ഇപ്പം ഷാമ്പു ചെയ്ത് കളഞ്ഞാലും ആ ഒരു സ്മെല്ല് കുറച്ചൊന്നും നിൽക്കും. അപ്പം നമ്മൾ വീട്ടിൽ തന്നെ ഇരിക്കുന്ന സമയങ്ങളിലാണെങ്കിൽ അത് ചെയ്ത് കഴിഞ്ഞാൽ നല്ലതാണ്. ഒരു മുട്ട മുഴുവനും ചേർക്കണം. ആ ഉണ്ണി എന്ന് പറയുന്ന പ്രോട്ടീൻ അല്ലേ, അപ്പം ഒരു മുട്ട മുഴുവനും ചേർത്ത് അങ്ങനെ. അത് ഞാനൊരു പ്രായം ഒരു +1 +2 സമയങ്ങളിലായിരുന്നു. ആ ഒരു +1 +2 BTech സമയങ്ങളിലൊക്കെ അമ്മ ചെയ്തുകൊണ്ടിരുന്ന സംഭവമായിരുന്നു ഇത്. ഉലുവ കുതിർത്തിട്ട് അങ്ങനെ അരച്ച് മുടി തേക്കുന്നത്. അതൊക്കെ വീട്ടിൽ ഇരിക്കുമ്പം ചെയ്യണം. കോളേജിൽ പോകുമ്പോഴല്ല, ശനി ഞായർ ദിവസങ്ങളിൽ ചെയ്തിട്ട് ഒരു ദിവസമൊക്കെ അന്ന് ആ സ്മെല്ല് നിൽക്കത്തുള്ളൂ. അല്ലാതെ ആ ഒരു സ്മെല്ലെന്ന് പറയുമ്പോൾ നമ്മൾ ഷാമ്പു നന്നായിട്ട് കഴുകി കളഞ്ഞാലും അതിൻ്റെ ആ ഒരു ഉലുവയ്ക്കും ആ ഒരു സ്മെല്ലുണ്ട്. ആ ഒരു ഇതിനും എന്തായിരുന്നു, മുട്ടയുടെ ഒരു സ്മെല്ല്. മുട്ടയുടെ മുഴുവനും ചേർത്തില്ലെങ്കിൽ വെള്ളം ചേർത്താലും മതി, ആ ഒരു സ്മെല്ല് വരും. പിന്നെ ഇത് നല്ലപോലെ കഴുകി വൃത്തിയാക്കി കളയണം ഈ സംഭവം. കാരണം ഇതിന് എന്തായാലും തരി നിൽക്കും. മറ്റേതുപോലെയല്ല. മറ്റേത് തേങ്ങാപ്പാൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ തലയിൽ ആ തരി നിൽക്കത്തില്ല. അത് നമുക്ക് ആ ഒരു പൊടി സംഭവം നിൽക്കത്തില്ല. പാലല്ലേ പിഴിഞ്ഞ്, ഒന്നുമില്ല അതിനകത്ത്. അപ്പം അത് ചെയ്യുമായിരുന്നു. അത് വേറൊന്ന്. പിന്നെ എന്തായിരുന്നു, എണ്ണയുടെ സംഭവം പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് ആക്ച്വലി കൃത്യമായിട്ട് അറിയത്തില്ല. എനിക്ക് മുത്തങ്ങ എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ലേ, അതൊരു കിഴങ്ങാണ്. അത് ഞങ്ങളുടെയൊക്കെ കുന്നമ്പള്ളിൽ ഞങ്ങളുടെ പറമ്പിലൊക്കെ ഉണ്ടായിരുന്നു. അതിട്ട് കാച്ചിയ എണ്ണയാണ് സ്കൂൾ ടൈമിൽ ഞാൻ തലയിൽ തേച്ചുകൊണ്ടിരുന്നത്. അതെനിക്ക് നല്ല ഓർമ്മയുണ്ട്. അതെന്തോ അമ്മുമ്മ, അത് ഈ സ്കൂളിൽ പഠിക്കുമ്പോൾ നമുക്ക് തലയിൽ പേന് വരത്തില്ലേ, അപ്പം എൻ്റെ തലയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കയറി കഴിഞ്ഞാൽ നല്ല സുഖം, അവിടെ ഇരുന്നോളും, ഇറങ്ങി പോത്തില്ല ഈ സംഭവം വന്നു കഴിഞ്ഞാൽ. എൻ്റെ അമ്മ കുറേ പരീക്ഷിച്ചിട്ടുണ്ട്, കുറേ കാര്യങ്ങൾ. മറ്റേ ഷാമ്പു ഇടാനുള്ള ഒരു മടിക്ക് അമ്മ കുറേ മെഡിക്കെയർ എന്തോ ഒരു ഷാമ്പു ഉണ്ടല്ലോ ഈ പേനെ കൊല്ലുന്ന, എന്നാലും കുറച്ച് കഴിയുമ്പോൾ എൻ്റെ തലയിൽ കയറുമായിരുന്നു പേന്. അപ്പം അതിന് വേണ്ടിയിട്ട് ഈ എന്നുമായിട്ട് വന്ന് ചെയ്യുക. എന്നാലും ഇതിന് ഭയങ്കര സുഖമായിരുന്നു എൻ്റെ തലയിൽ ഇരിക്കാൻ വേണ്ടിയിട്ട്. അപ്പം അങ്ങനെ എന്നപ്പോൾ എൻ്റെ അമ്മൂമ്മയുടെ ഗൃഹവൈദ്യം എന്ന് പറഞ്ഞൊരു പുസ്തകമുണ്ട്. അതിനകത്തുനിന്ന് അമ്മൂമ്മ കണ്ടുപിടിച്ചതാണ്. ഞാനൊരു 5-ൽ എനിക്കതൊരു ഓർമ്മയുണ്ട് അമ്മൂമ്മ പറയുന്നതൊക്കെ. ഈ മുത്തങ്ങ ഇട്ട് എണ്ണ കാച്ചി കഴിഞ്ഞാൽ ഈ പേൻ അധികം കയറത്തില്ല എന്ന് തലയിൽ. ആ മുത്തങ്ങ ആ ഒരു എണ്ണ കാച്ചി ആ ഒരു സ്മെല്ലിന് പേനിന് അധികം ഇങ്ങനെ കയറത്തില്ല എന്നുള്ളത്. അങ്ങനെ അമ്മ അവസാനം പറമ്പിൽ ഇഷ്ടം പോലെ മുത്തങ്ങയൊക്കെ ഉണ്ടായിരുന്നു. അമ്മ അതായിരുന്നു എനിക്ക് തോന്നുന്നു ഒരു സ്കൂൾ ടൈം ഫുൾ മുത്തങ്ങ ഇട്ട് കാച്ചിയ എണ്ണയായിരുന്നു. പിന്നെ എനിക്കറിയത്തില്ല, എനിക്ക് അത് കഴിഞ്ഞ് BTechലൊന്നും എൻ്റെ തലയിൽ അങ്ങനെ മുടി പേനൊന്നും കയറിയിട്ടില്ല വലുതായിട്ട്. അത് കഴിഞ്ഞ് പക്ഷെ ഈ എണ്ണ മുടിക്ക് നല്ലതാണെന്നാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ആക്ച്വലി എന്നെ സംബന്ധിച്ച് ഞാൻ അമ്മയും അമ്മൂമ്മയൊക്കെ അങ്ങനെ അങ്ങനെ ഒരു മുടി വളരാനും ഒക്കെ എണ്ണ തേച്ച് മുടി നല്ലതാക്കും എന്നുള്ള ഒരു ഇതായിരുന്നു. പക്ഷെ ഞാൻ അതിൽ ആക്ച്വലി വിശ്വസിക്കുന്നില്ല. എനിക്ക് മുടിയിൽ എണ്ണ തേച്ചത് കൊണ്ട് മുടി വളരും എന്നുള്ള ഒരു കോൺസെപ്റ്റ് എനിക്കില്ല. എണ്ണ തേച്ചാൽ മുടി നല്ല എന്താ പറയുക, നന്നായിട്ട് എണ്ണ തേച്ച് ഷാമ്പു ചെയ്ത് കളഞ്ഞു കഴിഞ്ഞാൽ നല്ല ഒരു കാണാനൊക്കെ എന്താ പറയുക, ആ ഒരു മുടി ഡ്രൈ ആവത്തില്ല, ആ ഒരു മുടിയുടെ ടെക്സ്ചർ നല്ലതായി കിട്ടും. അങ്ങനെയൊക്കെ ഉള്ളൂ എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. നമ്മളെപ്പോഴും മുടി വളരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഉള്ളിലോട്ട് എന്തെങ്കിലും കഴിച്ചാലേ, ആ മുടിക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്താലേ, നമ്മുടെ ആഹാരത്തിൽ ചെയ്താലേ അത് ഇതായി കിട്ടത്തുള്ളൂ. അല്ലാതെ പുറമേ ഈ പറഞ്ഞ പോലെ ചെയ്തുകൊണ്ട് എനിക്ക് വലിയ യൂസ് ഇല്ല. പിന്നെ സ്കാൽപ്പ് നല്ല ക്ലീൻ ആക്കി വെക്കുക, താരൻ വരാതെ നോക്കുക, മുടിയിൽ ഈ പറഞ്ഞ മുടി കൂടുതൽ ഡ്രൈ ആക്കാതിരിക്കുക, അല്ലെങ്കിൽ മുടി കൂടുതൽ ഓയിലി ആക്കാതിരിക്കുക. ആ ഒരു മോയ്സ്ചർ കണ്ടന്റ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് പോയാൽ തന്നെ മുടി അത്യാവശ്യം നല്ലതായിട്ടിരിക്കും. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഈ എണ്ണ കാച്ചൽ പരിപാടിയോടും ഇന്ന കണ്ടന്റ് ഇട്ട മുടി നന്നായിട്ട് വളരും, ഇന്ന കണ്ടന്റ് ഇട്ട മുടി നന്നായിട്ട്, അതിലോട് എനിക്ക് വലിയ വിശ്വാസമില്ല. എനിക്ക് കൂടുതലും ഉള്ളിലോട്ടുള്ള കാര്യത്തിലാണ് കൂടുതലും മുടിയുടെ കേസിലൊരു ഇതുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞു തന്നു. അപ്പം എണ്ണ കാച്ചലിനെ കുറിച്ച് എനിക്ക് വലിയ ധാരണയില്ല.
പിന്നെ ഞാൻ ചെയ്തിരിക്കുന്ന കുറച്ച് ഹോം റെമഡീസ് ഉണ്ട്. ഞാൻ തന്നെ ചെയ്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, ഈ കഞ്ഞിവെള്ളം ഞാൻ കല്യാണം കഴിഞ്ഞ് കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട്. ഉലുവയൊക്കെ ഞാൻ നിർത്തി. ഉലുവ സംഭവം, മുട്ട ഒന്നോടുള്ള സംഭവമൊക്കെ നിർത്തി. പിന്നെ ഞാൻ ചെയ്ത ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നമ്മുടെ നല്ലോണം പഴുത്ത ഏത്തപ്പഴം ഇല്ലേ, അത് മിക്സിക്കകത്തിട്ട് അടിച്ച് അതിൽ മുട്ടയുടെ വെള്ളയും കൂടെ മിക്സ് ചെയ്ത് തലയിൽ തേച്ച് കഴിഞ്ഞാൽ തലയ്ക്ക് തലമുടി നല്ല ഒരു ഷൈൻ ആവും, ഒരു ഷൈനിങ്, നല്ല ഒരു ഇത് കിട്ടുമെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അത് നല്ലോണം പഴുത്ത ഏത്തപ്പഴം വേണം. നല്ലോണം പഴുത്ത ഏത്തപ്പഴത്തിനകത്ത് ഒരു മുട്ടയുടെ വെള്ളയും കൂടെ മിക്സ് ചെയ്ത്, പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഓയിൽ ഉപയോഗിക്കുന്നില്ല, അതിനകത്ത് തന്നെ എന്തെങ്കിലും എണ്ണ മിക്സ് ചെയ്യാം. അല്ലെങ്കിൽ എനിക്ക് വൈറ്റമിൻ ഇ ടാബ്ലറ്റ് ഒക്കെ മിക്സ് ചെയ്ത് ഞാൻ കണ്ടിട്ടുണ്ട്. അതൊക്കെ എനിക്ക് പുറമെ എത്രത്തോളം ഉപയോഗപ്പെടും എന്ന് എനിക്ക് അറിയത്തില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് വൈറ്റമിൻ ഇ ടാബ്ലറ്റ്സിന്റെ സംഭവമൊക്കെ അതിനകത്ത് ഒഴിച്ച് അങ്ങനെയൊക്കെ ചെയ്യാം. പക്ഷെ എനിക്കെപ്പോഴും അതൊരു നല്ല ഒരു സംഭവമാണ്. മുടിക്ക് നല്ല ഒരു പ്രത്യേക ഒരു ഫീല് കിട്ടും. ഈ നമ്മുടെ എന്താ പറയുക, ഏത്തപ്പഴവും നമ്മുടെ ഒരു മുട്ടയുടെ വെള്ളയൊക്കെ കൂടെ മിക്സിക്കകത്തിട്ട് നല്ലോണം അരച്ച് തലയിൽ തേക്കുന്നത്, അത് ഞാൻ ചെയ്തിട്ടുള്ളതാണ്. അതൊക്കെ ഞാൻ ഈ ഒരു കല്യാണം കഴിഞ്ഞ സമയത്ത് ചെയ്തിട്ടുള്ളതാണ്. അത് നമ്മുടെ തേയിലപ്പൊടി ഇല്ലേ, പക്ഷെ അത് എല്ലാവരും പറയുന്നത് നമ്മുടെ ഇത് എന്തായിരുന്നു, നമ്മുടെ ചായ വെള്ളം, കട്ടൻ ചായ, ആ സംഭവം തലകഴിയ ഹെയർ ഫോള് നന്നായിട്ട് കുറയുമെന്നാണ് പറയുന്നത്. ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷെ എല്ലാവരും അത് കഴുകി അധികം കളയില്ല, തലമുടി അത് കഴുകിയിട്ട് തലയിൽ അത് ഒഴിച്ച് ഒരു കഴുകി കളയണമെന്നാണ് ഞാൻ കേട്ടിരിക്കുന്നത്. ഞാൻ ചെയ്തിട്ടുള്ളത് അങ്ങനെയാണ്. പക്ഷെ അപ്പം എൻ്റെ മുടിയിൽ എനിക്ക് എന്താ പറയുക, ഒരു പരുപരുവാന്നൊരു ഫീല്, ഡ്രൈ ആകുന്നതാണോ എന്നൊന്നും എനിക്കറിയത്തില്ല, ഒരു പരുപരാന്നൊരു ഫീൽ ഉണ്ടാവും. അതെനിക്ക് ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ അതങ്ങ് നിർത്തി. അപ്പം അത് ഞാൻ ഒന്ന് ചെയ്തിട്ടുള്ളതാണ്. അതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി ഒരു കൂടുതലും എനിക്ക് പറയാൻ, എനിക്ക് അങ്ങനെ വലിയ അനുഭവം ഒന്നും ഇല്ലാത്തതുകൊണ്ട് പറയാൻ അറിയത്തില്ല. എനിക്ക് ഏറ്റവും നന്നായിട്ട് തോന്നിയിരിക്കുന്നത് നല്ല പഴുത്ത ഏത്തപ്പഴം തലയിൽ തേക്കുന്നതാണ്. മുട്ടയുടെ വെള്ളം കൂടെ മിക്സ് ചെയ്ത് തലയിൽ തേക്കുന്നത് എനിക്ക് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ട്. പിന്നെ മൈലാഞ്ചി സംഭവങ്ങളൊക്കെ ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ പരീക്ഷിച്ചിട്ടുള്ളതാണ് കല്യാണത്തിനൊക്കെ മുമ്പ്. അത് പക്ഷെ എൻ്റെ മുടി ഡ്രൈ ആക്കും, നന്നായിട്ട് മൈലാഞ്ചി എൻ്റെ മുടി ഡ്രൈ ആക്കും. അതുകൊണ്ട് ഞാൻ ആ പരീക്ഷണത്തിന് ഞാൻ 1-2 തവണയൊക്കെ തേച്ചപ്പോഴേ എനിക്ക് മനസ്സിലായി എൻ്റെ മുടി നല്ലോണം ഡ്രൈ ആവുന്നുണ്ട്. അതുകൊണ്ട് ഞാൻ അത് വിട്ടു. അലോവേര എനിക്കധികം കിട്ടാറില്ല, പിന്നെ വാങ്ങിക്കണം. അലോവേര നല്ലതാണെന്ന് എനിക്കൊന്ന് അമ്മ അലോവേരയൊക്കെ ഇട്ട് എണ്ണ കാച്ചി തന്നിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്കത് വലിയ അലോവേര എല്ലാവരും പറയുന്ന കാര്യമാണ്, മുടിക്ക് നല്ല ഒരു ഇത് കിട്ടുമെന്നുള്ളത്. അതും ഈ പറഞ്ഞാൽ എനിക്ക് വലിയ അനുഭവവും കാര്യങ്ങളും ഒന്നുമില്ല ഈ അലോവേരയെ പറ്റി, അതുകൊണ്ട് എനിക്ക് അതിനെക്കുറിച്ചും വലിയ ധാരണയില്ല. പിന്നെ ഉലുവ വെള്ളം നല്ലതാണ്, അത് ഞാൻ ചെയ്ത് നോക്കിയിട്ടുള്ളതാണ്. ഉലുവ ഇപ്പം എനിക്ക് ഈ ഉലുവ അരച്ച് അത് വലിയ പാടല്ലേ. ഇപ്പം വേറൊരാൾ ചെയ്തു തരാനുണ്ടെങ്കിൽ ഇത് ഉലുവയൊക്കെ അരച്ച് തലയിൽ തേച്ച് കഴിഞ്ഞു, പിന്നെ അത് ഉണങ്ങിക്കഴിഞ്ഞാൽ അതെല്ലാം അതിൻ്റെ ആ ഒരു പൊടി എന്തായാലും നമ്മുടെ തലയിൽ കാണും. അപ്പോൾ അത് മാറ്റാനൊക്കെ എനിക്ക് ഞാൻ ഒറ്റയ്ക്ക് ആയപ്പോഴത്തേന് എനിക്കത് വലിയ പാടായതുകൊണ്ട് ഞാൻ ഉലുവ വെള്ളം, അതായത് ഒന്നുമില്ലെങ്കിൽ ഉലുവ നന്നായിട്ട് തിളപ്പിച്ച് ആറിച്ചിട്ട് ഉലുവ വെള്ളമായിട്ട് തല കഴുകുക, അല്ലെങ്കിൽ ഉലുവ വെള്ളത്തിലിട്ട് കുതിർത്തിട്ട് ആ വെള്ളം എടുക്കുക. അത് എനിക്കൊരു ഈ പറഞ്ഞ പോലെ നല്ലൊരു സംഭവമാണ് അത്. പിന്നെ ഫ്ലാക്സീഡ് ജെല്ല് നല്ലതാണ്. ഫ്ലാക്സീഡിൻ്റെ ജെല്ല്, അതായത് നമ്മുടെ ഫ്ലാക്സീഡ് വെള്ളത്തിലിട്ട് തിളപ്പിച്ച് അതിൻ്റെ ജെല്ലാക്കി അതിങ്ങനെ ഒരു ഷാമ്പു പോലെ നമുക്ക് ഫീൽ ചെയ്യും. അത് തലയിൽ നന്നായിട്ട് മസാജ് ചെയ്ത് അത് തലമുടിക്ക് നല്ലൊരു ഷൈൻ കിട്ടും. ഫ്ലാക്സീഡ് ജെല്ല് തൂത്ത് കഴിഞ്ഞ് ഈ പറഞ്ഞ പോലെ ഏത്തപ്പഴത്തിൻ്റെ കാര്യം പറഞ്ഞ പോലെ മുടിക്ക് നല്ലൊരു ഷൈൻ കിട്ടും. പിന്നെ വേറൊരു സംഭവം എന്ന് പറയുന്നത് ഗ്രാമ്പൂവിൻ്റെ വെള്ളവും നല്ലതാണ് തലയിൽ. ഗ്രാമ്പൂ ഇല്ലേ, നമ്മുടെ ഗ്രാമ്പൂ ഇതുപോലെ ഒന്നുമില്ലെങ്കിൽ തലേദിവസം രാത്രിയിൽ വെള്ളത്തിലിട്ട് വെക്കുക, അല്ലെങ്കിൽ ഗ്രാമ്പൂ വെള്ളം നന്നായിട്ട് തിളപ്പിച്ചിട്ട് അത്
അതിട്ട് തല കഴുകിയാലും നല്ലതാണ്. നല്ല ഒരു ഇതാണ് ഗ്രാമ്പൂവിൻ്റെ വെള്ളം. പിന്നെ തലയ്ക്ക് ഏറ്റവും നല്ല ഒരു തലമുടിക്ക് ഏറ്റവും നല്ല ഒരു കാര്യമാണ് നമ്മുടെ കുഞ്ഞുള്ളി താരനൊക്കെ നല്ല ബെസ്റ്റ് സംഭവമാണ്. കുഞ്ഞുള്ളി ഒന്നും വേണ്ട. ഇപ്പം താരനൊക്കെ ഉണ്ടെങ്കിൽ കുഞ്ഞുള്ളി ഇങ്ങനെ ഒന്ന് മുറിച്ചിട്ട് ഇച്ചിരി നമ്മുടെ വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ഇങ്ങനെ ഡിപ്പ് ചെയ്തിട്ട് അതിങ്ങനെ ഓരോ വകുപ്പും എടുത്തെടുത്ത് നന്നായിട്ട് അങ്ങ് വെളിച്ചെണ്ണയും ഈ കുഞ്ഞുള്ളിയും കൂടെ നന്നായിട്ട് അങ്ങ് തൂക്കും. അതൊരു റുട്ടീൻ പോലെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മുടെ എപ്പോഴും തലയിൽ എണ്ണ തേക്കുമ്പോൾ അങ്ങനെ എണ്ണ തേച്ച് തല കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് താരന് അതെൻ്റെ അമ്മ ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇങ്ങനെയുള്ള DIYs ചെയ്യുന്നത് ആക്ച്വലി നല്ലതാണ്. മുടിക്ക് ലുക്കിൽ മുടി നല്ല ഒരു ഇതിൽ കിട്ടും. പിന്നെ ഇതൊന്നും ഹെയർ ഫോൾ കൺട്രോൾ ആകുമെന്നോ, ഹെയർ ഫോൾ ചിലപ്പം കൺട്രോൾ ആയേക്കാം. ഈ ഹെയർ ലോസ് ഉള്ളവർ, മുടി നല്ലോണം പൊഴിയുന്നവർ എന്തായാലും അത് എന്തെങ്കിലും ഡെഫിഷ്യൻസീസ് ഉള്ളവരാണ്. വൈറ്റമിൻ D അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഹോർമോൺ, തൈറോയിഡ് അങ്ങനെയുള്ള പ്രശ്നങ്ങളുള്ളവരായിരിക്കണം മുടി നല്ലോണം പൊഴിയുന്നവർ. അല്ലാതെ സാധാരണ ഇപ്പോഴത്തെ ഒരു കാലഘട്ടത്തിലെ ഹെയർ ഫോൾ എന്ന് പറയുന്നത് അത് കൂടുതലും വെള്ളവും പിന്നെന്താണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഒക്കെ കൂടെ ഉള്ള സംഭവമായിരിക്കും. പിന്നെ ഭക്ഷണത്തിൻ്റെ കാര്യം പറയുമ്പം എനിക്ക് കൂടുതലും ഇലക്കറികൾ കഴിക്കുമ്പോൾ എനിക്ക് നല്ല ഇത് തോന്നിയിട്ടുണ്ട്. കൂടുതലും ഞങ്ങളിവിടെ ചീര മിക്കവാറും ഉപയോഗിക്കുമല്ലോ. ഇലക്കറികൾ കഴിക്കുമ്പം നല്ല വ്യത്യാസം തോന്നിയിട്ടുണ്ട്. പിന്നെ വേറൊരു കാര്യമുണ്ട്, അതെനിക്ക് എത്രത്തോളം ബാക്കിയുള്ളവർക്കത് എനിക്ക് നല്ലതായിട്ട് ഉണ്ടായിരുന്ന ഒരു കാര്യമാണ് നട്ട്സിൻ്റെയും സീഡ്സിൻ്റെയും കൂടെ പൗഡർ. നമ്മുടെ വാൾനട്ട്, കാഷ്യൂനട്ട്, ബദാം, പിന്നെ പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ് ഇത്രയും കൂടെ പൊടിച്ച് അത് യൂസ് ചെയ്യുന്നത്. ഇത് സീഡ്സ് ആണ് മുടിക്ക് ഏറ്റവും നല്ലതായിട്ട്. വാൾനട്ടും സീഡ്സും എന്നാണ് ഞാൻ വായിച്ചിരിക്കുന്നത്. പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ്, വാൾനട്ട്സ് ഇത് മുടിക്ക് നല്ല മുടി വളരാൻ നല്ലോണം സഹായിക്കും അത് കഴിക്കുന്നത്. പിന്നെ നമ്മുടെ പീനട്സ്, അത് നമ്മുടെ കപ്പലണ്ടി, അത് കഴിക്കാൻ പറ്റുന്നവർ വണ്ണം വയ്ക്കും. പീനട്സ് കഴിച്ചാൽ വണ്ണം വയ്ക്കും, അത് വേറൊരു കാര്യം. അത് കഴിക്കാൻ പറ്റുന്നവർ കഴിക്കുന്നത് നല്ലതാണ്, ഇതിൻ്റെ കൂടെയൊക്കെ പൊടിച്ചുമൊക്കെ. കാരണം പീനട്സ് നല്ലതാണ് മുടിക്ക്. പിന്നെ എനിക്കത് പറ്റത്തില്ല, കാരണം എനിക്ക് മുഖക്കുരു വരും. കപ്പലണ്ടി എനിക്ക് കുറച്ച് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ അപ്പം എൻ്റെ മുഖത്ത് പൊങ്ങും. അതുകൊണ്ട് ഞാൻ പീനട്സ് കഴിക്കാറില്ല. സൺഫ്ലവർ സീഡ്, പംകിൻ സീഡ്, വാൾനട്ട്സ്, പിന്നെ ബദാം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മുടിക്ക് നല്ലതാണ്. അത് എന്നും അതിൻ്റെ ഒരു അംശം ഉള്ളിൽ ചെല്ലുന്നത് നല്ലതാണ്. പിന്നെ ഫ്ലാക്സ് സീഡ്, അത് ഉള്ളിൽ കഴിക്കുന്നത് അത്ര കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അത് കഴിക്കേണ്ട രീതി കാണുകയും ഫ്ലാക്സ് സീഡിന് എന്തൊക്കെയോ കുറേ കാര്യങ്ങളുണ്ട്. അത് പൊടിച്ച് വെക്കല്ല, അത് എയറുമായിട്ട് പൊടിച്ചു കഴിഞ്ഞാൽ അത് എയറുമായിട്ട് കോണ്ടാക്റ്റ് ആയിക്കഴിഞ്ഞാൽ എന്തോ സംഭവം, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഫ്ലാക്സ് സീഡിനെ പറ്റി എനിക്കറിയത്തില്ല. അതിൻ്റെ ജെല്ല് നല്ലതാണ് പുറമേ യൂസ് ചെയ്യാൻ. ഉള്ളിലോട്ട് കഴിക്കുന്നത്, പിന്നെ കോൺസ്റ്റിപ്പേഷനൊക്കെ വരുന്നവർ അത് കഴിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം അത് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കുന്ന ഒരു സംഭവമാണെന്നാണ് എൻ്റെ ഒരു അറിവ്. എനിക്കറിയത്തില്ല. അല്ലെങ്കിൽ അത് ചിലപ്പം അത് യൂസ് ചെയ്യേണ്ട രീതി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വരത്തില്ലായിരിക്കും. പക്ഷെ എൻ്റെ ഒരു അറിവിൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാക്കാൻ നല്ല ചാൻസ് ഉള്ളതാണ് ഈ ഫ്ലാക്സ് സീഡ് എന്ന് പറഞ്ഞ സംഭവം. അതിൻ്റെ ജെല്ലി യൂസ് ചെയ്താൽ നല്ലതാണ്. പിന്നെ ഡേറ്റ്സും കാര്യങ്ങളൊക്കെ, എനിക്ക് ഡേറ്റ്സ് ഒന്നും വലിയതായിട്ട് എനിക്കൊരു ചെറിയ ഡേറ്റ്സിനൊരു അലർജി ഉണ്ടെന്ന് തോന്നുന്നു. എനിക്ക് വയറിന് വലിയതായിട്ട് പിടിക്കത്തില്ല നമ്മുടെ ഡേറ്റ്സും കാര്യങ്ങളൊന്നും. എനിക്ക് കൂടുതലും ഈ പംകിൻ, സൺഫ്ലവർ സീഡാണ് ഞാൻ കൂടുതലും ഉപയോഗിക്കുന്നത്. അതും പിന്നെ വാൾനട്ട്, ബദാം പോലുള്ള കാര്യങ്ങൾ. പിന്നെ മുന്തിരിങ്ങയൊക്കെ, ഉണക്ക മുന്തിരിങ്ങയൊക്കെ വെള്ളത്തിലിട്ട് കുടിക്കുന്നതും ഒക്കെ നല്ലതാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. എനിക്കും അതിനെപ്പറ്റി വലിയ ധാരണയില്ല. എനിക്ക് എഫക്റ്റീവായിട്ട് തോന്നിയിട്ടുള്ളത് ഈ സീഡ്സ് ആണ്. പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ്, വാൾനട്ട്, ബദാം. പിന്നെ എൻ്റെ കൂട്ടത്തിലൊരു ടേസ്റ്റിന് കാഷ്യൂനട്ടും കഴിച്ചുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. അത്
അപ്പം ഇതൊക്കെയാണ് ഞാൻ കൂടുതലും ഉള്ളിലേക്ക് മുടിക്ക് വേണ്ടിയിട്ട് ഉള്ളിലേക്ക് കഴിക്കാൻ ഞാൻ സജസ്റ്റ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. പ്രത്യേകിച്ച് ലീഫി വെജിറ്റബിൾസ് എന്ന് പറഞ്ഞ ഇത് ഇലക്കറികൾ, നമ്മുടെ പച്ച ചീരയുള്ള സംഭവങ്ങൾ, എല്ലാ ടൈപ്പ് ഇലകളും യൂസ് ചെയ്ത് കഴിഞ്ഞാൽ മുടിക്ക് നല്ലതാണ്. നമ്മൾ ഡെയിലി അല്ലെങ്കിൽ ഓൾട്ടർനേറ്റ് ഡേയ്സിൽ കുറച്ചത് ആ ശരീരത്തിൽ ചെല്ലുന്ന നല്ലതാണ്. പിന്നെ അതിന് മാത്രമല്ല, വയറിനും കോൺസ്റ്റിപ്പേഷനും ഒക്കെ നല്ലതാണ്. പിന്നെ കൂടുതലും ഈ സംഭവം പംകിൻ സീഡ്, സൺഫ്ലവർ സീഡ്, വാൾനട്ട്, ബദാം, ഈ 4 കാര്യങ്ങൾ നല്ലതാണ്. പീനട്ട്സ് കഴിക്കാൻ പറ്റുന്നവർ ഇതിൻ്റെ കൂട്ടത്തിൽ പീനട്ട്സും കൂടി ഉൾപ്പെടുത്തി കഴിച്ചാൽ മുടിക്ക് നല്ലതാണ്. ഇതൊക്കെയാണ് ഉള്ളിലേക്ക് കഴിച്ചാൽ എനിക്ക് കുറച്ച് എഫക്റ്റീവായി ഹെയർ ഫോളിന് എനിക്ക് പേഴ്സണലി തോന്നിയിട്ടുണ്ട്. ഈ സീഡ്സ് കഴിക്കുമ്പം അത് കഴിച്ച ഉടനെ ഒന്നും ഇത് കഴിച്ച് ഇന്ന് രണ്ട് ദിവസം കഴിച്ച് 3-ാമത്തെ ദിവസം ഒന്നും ഹെയർ ഫോൾ നിൽക്കത്തില്ല. ഞാൻ കുറച്ച് നാളായിട്ട് കണ്ടിന്യൂസ് അത് കഴിക്കുന്നുണ്ട്. അപ്പം നമുക്ക് കൂടുതൽ പൊഴിയാതിരിക്കും. നമുക്ക് ഇപ്പം നമ്മുടെ ഒരു ജെനറ്റിക്സ്, നമ്മുടെ ഒരു ഇതനുസരിച്ച് നമ്മുടെ മുടി വരത്തുള്ളൂ. ഇപ്പോൾ ചുരുണ്ടതാണെങ്കിൽ ചുരുണ്ടത്, ഉള്ളെത്രയുണ്ടോ അത്രയും, അങ്ങനെയൊക്കെ. അതിൽ കൂടുതൽ ഇല്ല. പക്ഷെ ഉള്ളത് നല്ല ഹെൽത്തി ആയിട്ട് നല്ല ഭംഗിയിൽ കൊണ്ടുപോകാൻ നോക്കുക. അതാണ് എൻ്റെ ഒരു ഇതാണ്. എനിക്കങ്ങനെ ഒത്തിരി മുടി വേണോ എന്നുള്ള അങ്ങനെ മുടി വന്ന് അങ്ങ് ഇതാകണമെന്നൊന്നുമല്ല. ഇപ്പോൾ ഉള്ളത് അങ്ങനെ നിലനിർത്തിയാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് ഞാൻ കൂടുതലും ഹെയർ ഫോളിലേക്ക് കൊണ്ടുപോകാതെ അല്ലെങ്കിൽ ഹെയർ ലോസിലേക്ക് കൊണ്ടുപോകാതെ നോക്കുക. പിന്നെ എനിക്ക് അനുഭവം ഇല്ലെങ്കിലും എൻ്റെ ചുറ്റിനുള്ളവരുടെയും പിന്നെ പലരും പറഞ്ഞു കേട്ട ഒരു അനുഭവത്തിൽ കൂടുതലും ട്രീറ്റ്മെൻറ്റുകൾക്ക് പോകാതിരിക്കുക. അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റുകൾക്ക് പോവുകയാണെങ്കിൽ തന്നെ അത് ആ ഒരു രീതിയിൽ കൊണ്ട് നടക്കാൻ പറ്റുന്നവർ മാത്രം ട്രീറ്റ്മെൻറ്റുകൾ മുടിയിൽ ചെയ്യുക. കളറിങ് ഒന്നും എനിക്കറിയത്തില്ല, എനിക്ക് വലിയ കുഴപ്പമില്ലാന്ന് തോന്നുന്നു. മുടി ഇപ്പം കളർ ചെയ്താൽ ഇപ്പോൾ ഒരു ശകലം എന്നെപ്പോലെ എനിക്ക് കറുത്ത മുടിയാണ് ഇഷ്ടം. എനിക്ക് ചെമ്പിച്ച മുടിയും എനിക്ക് നല്ല കറുത്ത മുടിയാണ്. എനിക്ക് ഇതിലും എൻ്റെ ഇപ്പോൾ ഉള്ള ഈ മുടിയിലും കറുത്താലും എനിക്ക് കുഴപ്പമില്ല. അങ്ങനെ ഭയങ്കര നല്ല ബ്ലാക്ക് കളറിലെ മുടിയാണ് എനിക്ക് കൂടുതലും പേഴ്സണലി ഇഷ്ടം. എനിക്ക് ചെമ്പിച്ച മുടിയോ അല്ലെങ്കിൽ ബർഗണ്ടി കളറൊക്കെ, എനിക്ക് ആ ഒരു ടൈപ്പ് ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു ആഗ്രഹമേ തോന്നിയിട്ടില്ല. എനിക്ക് എൻ്റെ മുടി ആ രീതി കളർ ചെയ്ത് നോക്കണം എന്നൊന്നും. എനിക്ക് ചേരുന്നവരുണ്ട്, ഇഷ്ടം പോലെ പേര് ചേരുന്നവർ നമുക്ക് കാണുമ്പോഴത്തേന് അവർ അവർക്കത് ഭംഗിയാണ്. പക്ഷെ എനിക്കത് ഭംഗിയല്ലെന്ന് എനിക്ക് നല്ലോണം അറിയാം. അതുകൊണ്ട് അതിന് മുതിരാറില്ല. അപ്പം കളർ ചെയ്യുന്നതിനും എനിക്ക് അറിയത്തില്ല. ഡ്രൈ ആവുന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്. എന്നാലും അത് വലിയ കുഴപ്പമില്ല. എന്നാലും ഈ പെർമനന്റ് സ്ട്രെയിറ്റനിങ്, പെർമനന്റ് സംഭവങ്ങളൊന്നും ചെയ്യാതിരിക്കുക തന്നെയാണ് നല്ലത്. പക്ഷെ ചുരുണ്ട മുടിക്കാർക്ക് എനിക്ക് തോന്നുന്നു, എനിക്കറിയാവുന്ന ചുരുണ്ട മുടിക്കാർക്കെല്ലാം അവരുടെ മുടി സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കണമെന്നുള്ള ആഗ്രഹം ആണ് ഉള്ളത്. എനിക്കും ചുരുണ്ട മുടി വലിയ ഇഷ്ടമല്ല. എനിക്ക് വേവി ഹെയർ അല്ലെങ്കിൽ സ്ട്രെയിറ്റ് ഹെയർ ആണ് കൂടുതൽ ഇഷ്ടം. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ അഹാന കൃഷ്ണയുടെ ഒക്കെ മുടി കിടക്കുന്നില്ലേ, നല്ല സ്ട്രെയിറ്റ്, എനിക്ക് ആ ടൈപ്പ് മുടി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ സിൽക്കി ടൈപ്പ് മുടി, അതിങ്ങനെ ഒരു നല്ല സ്ട്രെയിറ്റ് സിൽക്കി മുടിയല്ലേ, ആ ഒരു ടൈപ്പ് മുടി എനിക്കിഷ്ടമാണ്. എൻ്റെ മുടിയും ആ ഒരു ടെക്സ്ചർ എനിക്കിഷ്ടമാണ്. കുറച്ച് വേവി ആയിട്ടുള്ള ഒരു സംഭവം എനിക്കിഷ്ടമാണ്. പക്ഷെ എനിക്കും ഈ ചുരുണ്ട മുടിയോട് എനിക്ക് വലിയ താല്പര്യമില്ല. പക്ഷെ അവർ ആ ചുരുണ്ട മുടി ഇപ്പം കുറേ കേളി ഹെയർ റുട്ടീൻ എന്നും പറഞ്ഞ് കുറേ ഉണ്ടല്ലോ, ഞാൻ പലതും കണ്ടിട്ടുണ്ട്. ആ ഒരു കേളി, അത് നല്ല രീതിയിൽ അവർ ആ ഒരു രീതിയിൽ അതിനെ നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതായിരിക്കും കൂടുതൽ ഭംഗിയെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. പിന്നെ അവർക്ക് സ്ട്രെയിറ്റ് ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ സ്ട്രെയിറ്റ്നർ ഉണ്ട്, നല്ല സ്ട്രെയിറ്റനിങ് ഹെയർ പ്രൊട്ടക്ഷൻ സ്പ്രേ കിട്ടും. അതൊക്കെ അടിച്ച് ആ ഒരു അത്ര സമയത്തിന് വേണ്ടിയിട്ട് അവരുടെ ഒരു ആഗ്രഹം അങ്ങനെ ആഗ്രഹം കാണുമല്ലോ, മുടി ഡാമേജ് ആകാതെ അങ്ങനെ സ്ട്രെയിറ്റ് ചെയ്യുക, ടെമ്പററി ആയിട്ട് സ്ട്രെയിറ്റ് ചെയ്യുക. അല്ലാതെ പെർമനന്റ് സ്ട്രെയിറ്റനിങ്ങിലേക്ക് പോകല്ലെന്നാണ് ഞാൻ പറയുന്നത്. അത് മുടിക്ക്
അങ്ങനെ ചെയ്തിട്ടുള്ളവരുടെ എല്ലാം ആ ഒരു ചെയ്ത് കഴിയുമ്പോൾ അവർക്കൊരു ഭയങ്കര ഇതായിരിക്കും. പക്ഷെ അത് കഴിയുമ്പം കുറച്ച് ദിവസം കഴിയുമ്പോഴത്തേനും അത് അല്ലെങ്കിൽ പിന്നെ ആ രീതിയിൽ അത് കെയർ ചെയ്ത് കൊണ്ടുപോകണം. അതൊക്കെ എത്രത്തോളം ചിലപ്പോൾ ഇപ്പം ഇങ്ങനെ മീഡിയയിലൊക്കെ നിൽക്കുന്നവർക്ക് അത് പറ്റുമായിരിക്കും ചിലപ്പോൾ ആ രീതിയിൽ കൊണ്ടുപോകാനൊക്കെ ആയിട്ട്. പക്ഷെ സാധാരണ നമ്മുടെ ഒരു പെൺകുട്ടിക്ക് എനിക്ക് തോന്നുന്നില്ല അത് അത്രയും അങ്ങനെ അങ്ങ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുമോ. പിന്നെ ഈ മുടി വളരുമ്പം മോളിൽ നിന്ന് ഇങ്ങനെ മുടി വളരുമ്പം അവരുടെ ആ ഒരു പഴയ ഹെയർ ബാക്കി ആ ഒരു സ്ട്രെയിറ്റ് ഹെയർ അങ്ങനെ വരുമ്പോഴത്തേക്കിനും അത് കാണാൻ ഒരു അഭംഗി വരും. അതെന്തൊക്കെ പറഞ്ഞാലും ആ ഒരു അഭംഗി വരും. അപ്പം അത് കൂടുതൽ ഈ പെർമനൻ്റ് ആയിട്ടുള്ള ഹെയർ സംഭവത്തിലേക്ക് ആൾക്കാർ പോകാതിരിക്കുക എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. അതെല്ലാം അവരവരുടെ ചോയ്സാണ്. ഈ പറഞ്ഞാൽ മുടിയാണേലും ഡ്രസ്സിങ് ആണേലും എന്ത് കാര്യമാണേലും ഒരു പെൺകുട്ടിയുടെ സ്വന്തമായ താല്പര്യങ്ങളാണ്. അത് ആ രീതിയിൽ എൻ്റെ ഒരു ഇത് പറഞ്ഞതാണ് ഞാൻ. ടെമ്പററി സൊല്യൂഷൻസിലേക്ക് പോവുക. ഇപ്പം മുടി ഒന്ന് സ്ട്രെയിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നല്ല ഹെയർ പ്രൊട്ടക്ഷൻ സ്പ്രേ ഒക്കെ ഇന്നത്തെ കാലത്ത് കിട്ടും. അത് വാങ്ങിച്ചു വെക്കുക, അടിക്കുക, നല്ല സ്ട്രെയിറ്റ്നേഴ്സ് കിട്ടും ഇന്നത്തെ കാലത്ത്. ഇപ്പോൾ എത്രയോ പേര് ഇപ്പോൾ റിവ്യൂസ് യൂട്യൂബിൽ തന്നെ ഇടുന്നുണ്ട് പല സംഭവത്തിൻ്റെ. അപ്പം അത് വെച്ച് നന്നായിട്ട് സ്ട്രെയിറ്റ് ചെയ്ത് ആ ഒരു ലുക്ക് ഇഷ്ടപ്പെടുന്നവർ അങ്ങനെ ചെയ്യുക. കൂടുതലും പെർമനൻറ്റ് സൊല്യൂഷനിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അപ്പോഴത്തെ ആ ഒരു ഭംഗി കുറച്ച് നാൾ നമുക്ക് ആ ഒരു രീതിയിൽ അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ സ്റ്റൈൽ ചെയ്ത് നടക്കാനൊക്കെ പറ്റുമായിരിക്കും. പക്ഷെ അത് കഴിയുമ്പോഴത്തേനും അത് ഇതായി ഇട്ടിരിക്കുന്നതാണ് ഞാൻ പലതും കണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള പരിപാടികളൊന്നും ചെയ്യാതിരിക്കുക. പിന്നെ ആവശ്യമുള്ളവരും പിന്നെ ചിലർ തലയിൽ എന്ത് ചെയ്താലും ഇങ്ങനെ പനിയും തുമ്മലും അസുഖങ്ങളൊന്നും വരുന്നവർ DIYs ഉപയോഗിക്കാതിരിക്കുക. അവർക്ക് പറ്റുന്നത് ചേരുന്നത് കണ്ടുപിടിച്ച് അത് ചെയ്യുക. ഇപ്പം എന്നെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഒരു ഇതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വേറെ മറ്റുള്ള കാര്യങ്ങളും കഞ്ഞിവെള്ളമൊക്കെ തലയ്ക്ക് നല്ല തണുപ്പാണ് തരുന്നത്. അപ്പം അത് ചിലപ്പോൾ പണി തരുമായിരിക്കും. അതൊക്കെ നമുക്ക് പരീക്ഷിച്ച് നോക്കിയാലേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പം ഇപ്പോഴത്തെ എൻ്റെ ഒരു ഇതിൽ നല്ലതായിട്ട് എണ്ണ തേച്ച് ഒരു 10-15 മിനിറ്റിന് ശേഷം തല കഴുകി കളയുന്നതാണ് എൻ്റെ ഒരു ബെസ്റ്റ് ഹെയർ റുട്ടീൻ എന്ന് പറയുന്നത്. അതിന് മുമ്പ് പലതും പരീക്ഷിച്ചിട്ടുണ്ട്. ഇനി എനിക്ക് പതുക്കെ കഞ്ഞിവെള്ളമൊക്കെ ഒന്ന് സ്റ്റാർട്ട് ചെയ്താൽ കൊള്ളാമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. പിന്നെ ഞാൻ ഒരു കാര്യം എന്തിൽ പറയാണ്, കാസ്റ്റർ ഓയിൽ, ആവണക്കെണ്ണയെ പറ്റി പറയാൻ മറന്നുപോയി. ആവണക്കെണ്ണ ഞാൻ യൂസ് ചെയ്യുമായിരുന്നു കേട്ടോ കുറേ നാൾ. അമ്മ എൻ്റെ മറ്റേ കാച്ചി എണ്ണയുടെ കൂട്ടത്തിൽ ആവണക്കെണ്ണയെ കൂടെ മിക്സ് ചെയ്തൊക്കെ എൻ്റെ തല തേച്ചിട്ടുണ്ട്. അത് നല്ലൊരു കാര്യമാണ് തലമുടിക്കും അതെ. പക്ഷെ അതെനിക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റീവായിട്ട് തോന്നിയിരിക്കുന്ന പുരികത്തിനാണ്. പുരികത്തിന് ആവണക്കെണ്ണ നല്ലതാണ്, കൺപീലിക്കും നല്ലതാണ്. പക്ഷെ എന്നാലും പുരികം വളരാൻ ബെസ്റ്റാണ് ആവണക്കെണ്ണ. അത് ഇപ്പോൾ പുരികയൊക്കെ പൊഴിയുന്നവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും നല്ല ബ്ലാക്ക് തിക്ക് വേണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഡെയിലി രാത്രി കിടക്കാൻ നേരം ആവണക്കെണ്ണ പുരട്ടി കുറേ നാൾ യൂസ് ചെയ്യണം. പുരട്ടി കഴിഞ്ഞാൽ നല്ലതാണ്, പുരികത്തിന് നല്ലതാണത്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു ഹെയർ കെയർ എക്സ്പീരിയൻസ്. ഈ വീഡിയോ ഏതൊക്കെ രീതിയിൽ ഞാൻ സംസാരിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയത്തില്ല. ആക്ച്വലി നിങ്ങൾക്ക് എന്തുമാത്രം ഇത് മനസ്സിലായിട്ടുണ്ടെന്നും എനിക്കറിയത്തില്ല. പൊട്ടത്തരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവാം. ഞാൻ എന്തെങ്കിലും പൊട്ടത്തരങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയായിട്ടുള്ള കാര്യങ്ങൾ വന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെന്താണ്, ചിലതൊക്കെ ട്രൈ ചെയ്ത് നോക്കാൻ പറ്റുന്ന ഒത്തിരി കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. അപ്പം ആഗ്രഹമുള്ളവർ ഇപ്പം വെക്കേഷൻ സമയത്ത് ഇരിക്കുന്നവരും ഒക്കെ ചുമ്മാ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചിലതൊക്കെ ചിലർക്ക് ശരിയാവും, ചിലത് ശരിയാകത്തില്ല. അപ്പം അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കൂടുതൽ വലിയ കെമിക്കൽ സംഭവത്തിലേക്കൊന്നും പോകാതിരിക്കുക. അപ്പം അതൊക്കെയാണ് ഞാൻ ചുമ്മാ ഒന്ന് ഒരു വീഡിയോ ചെയ്തതാണ്. എപ്പോഴും കുക്കിംഗ് മാത്രം പോരല്ലോ, ഇങ്ങനെയുള്ള ചില കാര്യങ്ങളൊക്കെ വേണ്ടേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി വീണ്ടും അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരെ താങ്ക് യു സോ മച്ച്.